ഹലോ വ്യൂവേഴ്സ്, ഇന്ന് നമുക്ക് ഈസി ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി നോക്കിയാലോ. പൈനാപ്പിളാണ് ഇന്നത്തെ താരം. പൈനാപ്പിളിനെ നമുക്ക് അതിൻ്റെ തോലൊക്കെ കളഞ്ഞതിന് ശേഷം ചെറിയ റൗണ്ട് പീസസ് ആക്കി കട്ട് ചെയ്തെടുക്കുക. ഒരു മീഡിയം വലുപ്പത്തിലെടുക്കുക. എന്നിട്ട് അതിന് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ക്യൂബ്സ് ആക്കി കട്ട് ചെയ്തെടുക്കുക. ഇതിന് നിങ്ങൾക്ക് എന്തേരം വലുപ്പം വേണോ അതനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാമേ. മുളക് പൊടി, കുരുമുളക് പൊടി, മസാല, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് കണ്ടോ, നമ്മുടെ അരപ്പ് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ പൈനാപ്പിളില്ലേ, അതിനെ ഓരോന്നെടുത്തിട്ട് മസാല തേച്ച് എടുക്കുക കേട്ടോ. മസാല തേച്ച് വെച്ചതിന് ശേഷം കുറച്ച് സമയം നമുക്കിതൊന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് നന്നായിട്ട് മസാല പിടിച്ച് വരുവേ. അപ്പോൾ ഓരോ പീസിലും നന്നായിട്ട് നമുക്ക് മസാല ഓരോന്നെടുത്ത് തേക്കുന്നതായിരിക്കും നല്ലത്, മസാല പിടിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നമ്മളെല്ലാം മസാല പുരട്ടി എടുത്തിട്ടുണ്ട്. അതിന് ഒരു കുറച്ച് സമയം, ഒരു 10 അല്ലെങ്കിൽ 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോഴും തന്നെ ഫ്രൈ ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇതിനകത്തേക്ക് നമുക്കിനി ഒരു പാൻ അടുപ്പത്ത് വെക്കാമേ. എന്നിട്ട് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കുക. നമ്മളിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഓരോരോ പൈനാപ്പിളിൻ്റെ പീസസ് ആക്കി എടുത്ത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെക്കുക. മസാലയൊക്കെ ഉള്ളതുകൊണ്ട് മസാല കരിഞ്ഞു പോവും. അതുകൊണ്ട് ഒത്തിരി തീ കൂട്ടി വെക്കരുത്. തീ കുറച്ച് വെച്ച് സമാധാനത്തിൽ അതിനെ ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുന്ന സമയത്തേക്ക് അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. നമ്മൾ മീനൊക്കെ വറുക്കത്തില്ലേ, അപ്പോഴും നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുമല്ലോ. അങ്ങനെ തീ കൂടി പോവാതെ ഇട്ട് അതിനെ നന്നായിട്ട് തിരിച്ചു മറിച്ചും ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് ഓവറായിട്ട് കുക്കാവേണ്ട കാര്യമൊന്നുമില്ല, പൈനാപ്പിൾ അല്ലേ, അപ്പോൾ അതിനകത്ത് വേറെ വേകാനായിട്ടൊന്നുമില്ല. മസാല ജസ്റ്റ് അതിലൊന്ന് പിടിച്ച് വന്നാൽ മതി. അപ്പോൾ മസാല എടുക്കുമ്പോൾ പൈനാപ്പിളിൻ്റെ മധുരം അനുസരിച്ചിട്ട് എരിവൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇത് കഴിക്കുന്ന സമയത്ത് ആ എരിവും മധുരവും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് നല്ല ചൂട് ചോറിൻ്റെ കൂട്ടത്തിലും ഒക്കെ സ്നാക്കായിട്ടും ഒക്കെ കഴിക്കാമേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.